തിരുവനന്തപുരം മുതലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളികളുടെ സമരം കൂടുതൽ ശക്തമാകുന്നു. സജി ചെറിയാൻ വെച്ച നിർദ്ദേശങ്ങളോടും മത്സ്യത്തൊഴിലാളികൾ പൂർണ്ണമായി യോജിക്കുന്നില്ല. ഒഴുക്കു സുഗമമാക്കാൻ പൊഴി മുറിക്കാൻ അനുവദിക്കണമെന്ന സർക്കാരിന്റെ ആവശ്യവും സമരക്കാർ തള്ളി. വി അരുൺ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, ഗുഡ് മോർണിംഗ്. ഇന്നലെ മന്ത്രിയുമായി നടന്ന ചർച്ച അതിൽ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളോടൊന്നും സമരക്കാർക്ക്, മത്സ്യത്തൊഴിലാളികൾക്കൊന്നും യോജിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സാഹചര്യം. അവരുടെ പ്രതിഷേധം തുടരുക തന്നെ ചെയ്യും. ഏതു തരത്തിൽ പ്രതിഷേധത്തെ കൊണ്ടുപോകാനാണ് ആലോചിക്കുന്നത്? അതേസമയം തന്നെ ഈ പൊഴി മുറിക്കുക തുടങ്ങിയ ആവശ്യങ്ങളോട് അവർ വിമുഖത കാണിക്കാനുള്ള ഒരു സാഹചര്യം, അവർ പറയുന്ന കാര്യം അതെന്താണ്? തുറമുഖ വകുപ്പ് ഓഫീസിന്റെ ഹാർബർ എഞ്ചിനീയറിംഗിന്റെ ഓഫീസ് ഉപരോധിച്ചും അതുപോലെ തന്നെ ഈ അഴിമുഖത്ത് കുടിൽകെട്ടി സമരം ചെയ്തുമൊക്കെയാണ് ഇന്നലെ പ്രതിഷേധമുണ്ടായത്. ഇന്നും സമാന രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തുടരുകയാണ്. അതിനപ്പുറത്തേക്ക് ഇന്നലെ മന്ത്രി സജി ചെറിയാനുള്ള ചർച്ചയിൽ സമരക്കാർ പ്രധാനമായും മുന്നോട്ട് വച്ച ആവശ്യം വലിയ സംവിധാനങ്ങൾ കൊണ്ടുവന്ന്, വലിയ യന്ത്രങ്ങൾ കൊണ്ടുവന്ന് മണൽ നീക്കം വേഗത്തിലാക്കണം. അതിന് സർക്കാർ നടപടികൾ വാഗ്ദാനം ചെയ്തു. വൈകാതെ ഇത് ചെയ്യും എന്ന് സർക്കാർ ഉറപ്പു നൽകുകയും ചെയ്തു. സർക്കാർ ഒരു അഭ്യർത്ഥന സമരക്കാരോട്, മത്സ്യത്തൊഴിലാളികളോട് മുന്നോട്ട് വച്ചത് അവിടെ പൊഴി മുറിച്ചില്ലെങ്കിൽ വെള്ളം കയറും. സമീപത്ത് 4 പഞ്ചായത്തുകൾ വെള്ളത്തിൽ മുങ്ങുന്ന അവസ്ഥയുണ്ടാകും. ഇപ്പോൾ ഈ കായലിൽ നിന്ന് കടലിലേക്കുള്ള ഒഴുക്ക് തടസ്സപ്പെട്ടിരിക്കുകയാണ്, മണൽ അടിഞ്ഞുകൂടിയത് കൂടുതൽ. അതുകൊണ്ട് തന്നെ അത് സുഗമമാക്കാൻ നടപടികൾ സ്വീകരിക്കണം. അതിനായി പൊഴി മുറിക്കാൻ അനുവദിക്കണമെന്നാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. പക്ഷേ ഒരു കാരണവശാലും അതിന് അനുവദിക്കില്ല നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾ. ഇന്ന് സർക്കാർ സംവിധാനങ്ങൾ പൊഴിമുറിക്കാനായി അവിടേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ അത് വലിയ ഒരു തർക്കത്തിലേക്ക് നീങ്ങും. പൊഴിമുറിക്കാനെത്തിയാൽ അത് തടയാൻ തന്നെയാണ് മത്സ്യത്തൊഴിലാളികളുടെ തീരുമാനം. എങ്കിൽ അതൊരു സംഘർഷത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും ഉണ്ട്. സർക്കാരുമായി സഹകരിക്കാം, പക്ഷേ അതിനു മുമ്പ് തന്നെ പൂർണ്ണമായും മണൽ നീക്കം ചെയ്യണം, അല്ലെങ്കിൽ അതിനുള്ള സംവിധാനങ്ങളെങ്കിലും അവിടെ എത്തിക്കണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. കാരണം അവരുടെ ജീവനോപാധിയായ മത്സ്യബന്ധനം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ചെറിയ വള്ളങ്ങൾക്ക് മാത്രമാണ് പുറത്തേക്ക് പോകാൻ, കടലിലേക്ക് പോകാൻ കഴിയുന്നത്. വലിയ വള്ളങ്ങൾക്ക് അവിടേക്ക് പോകാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ മണൽ പൂർണ്ണമായും മാറ്റി പൊഴിയിലൂടെ വള്ളങ്ങൾക്ക് പോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കണം. അതുവരെ ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പില്ലാത്ത നിലപാടിലാണ് മത്സ്യത്തൊഴിലാളികളുള്ളത്. തീർച്ചയായും വി അരുണാണ് വിവരങ്ങൾ നൽകുന്നത്. അരുൺ, തുടരുക. മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി ചോദിച്ചറിയേണ്ടതുണ്ട്.